എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ച ചെറിയ ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിൽ പ്രധാനമായും ജനുവരി 22 ഈ പ്രതിഷ്ഠാ ദിനമായി എങ്ങനെ എടുത്തു എന്നതിനെ പറ്റിയാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം അടുത്തു വരികയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ജനുവരി 22-ന് 12:29-നും 12:30-നും ഇടയ്ക്കുള്ള 84 സെക്കൻഡ് സമയമാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. എന്നാൽ ആ ദിവസം എന്തുകൊണ്ടാണ് പ്രതിഷ്ഠാ ചടങ്ങിന് തിരഞ്ഞെടുത്തത്? ഹിന്ദു കലണ്ടർ അനുസരിച്ച് ജനുവരി 22 എന്നത് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിയാണ്. അന്ന് രാവിലെ 8:47-ന് ശേഷം ഇന്ദ്രയോഗം ആരംഭിക്കും. കൂടാതെ ജനുവരി 22 മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ട ദ്വാദശിയായ കർമ്മ ദ്വാദശി കൂടിയാണ്. ഹിന്ദു പുരാണം അനുസരിച്ച് ഈ ദിവസം മഹാവിഷ്ണു കൂർമ്മരൂപത്തിൽ അവതരിച്ചു എന്ന് കരുതപ്പെടുന്നു. രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ഉദ്ഘാടനത്തിന് അഥവാ പ്രാണപ്രതിഷ്ഠയ്ക്ക് യോജിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നത്. കൂടാതെ ഈ ദിവസം ശുഭകരമായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും എന്ന ഒരു വിശ്വാസവും ഇതിന് ആധാരമായി ചേർന്നു പോരുന്നു. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ശ്യാമവർണ്ണത്തിലുള്ള രാംലല്ല, അതായത് ബാലകനായ രാമനെയാണ്. രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രതിഷ്ഠയ്ക്കായി തയ്യാറാക്കിയ 3 വിഗ്രഹങ്ങളിൽ കൃഷ്ണശിലയിൽ കൊത്തിയ വിഗ്രഹമാണ് അന്തിമമായി ഇവർ എടുക്കുവാൻ പോകുന്നത്. പൊക്കം ഏകദേശം 51 ഇഞ്ചും 5 വയസ്സുകാരൻ്റെ ഓമനത്വവും മഹാവിഷ്ണുവിൻ്റെ ദൈവീകതയും ഒരു രാജാവിൻ്റെ അന്തസ്സും ഈ വിഗ്രഹത്തിൽ ദൃശ്യമാകുവാൻ സാധിക്കും എന്നാണ് ട്രസ്റ്റ് ഭാരവാഹികളുടെ വിവരണം. അതുപോലെ തന്നെ അഭിഷേക ദ്രവ്യങ്ങളിലൊന്നും കേട് സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത ശിലയിലാണ് ഈ വിഗ്രഹം, അതായത് പൂർണ്ണമായും പാകം വന്ന ശിലയിലാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ താഴത്തെ നിലയിലെ ഗർഭഗൃഹത്തിലാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത്, രാംലല്ലയെ പ്രതിഷ്ഠിക്കുന്നത്. ഇന്നത്തെ ഈ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.